ബോട്ട് ചട്ടിയിൽ മീൻ്റെ ചാകര ഇത് കണ്ടോ. ഇത് പെട്ടെന്ന് വെള്ളം കയറി ഇറങ്ങേണ്ട ഒരു പരിപാടിയായി കാണുന്നത്. പെട്ടെന്ന് വെള്ളം കയറി ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് പുളിപ്പായി. വലിയ മീനുമല്ല, ഇത് നിറച്ച് മീൻ നിന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കാണുന്ന ഈ കുരുകുരാന്ന് കാണുന്ന മൊത്തം മീനാണ്. ഇത് കണ്ടോ. ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ ചിലപ്പം നമുക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടോ, ബംഗാളി പിള്ളേർ അവർ ആവേശം കണ്ടോ മീൻ പിടിക്കുന്നതിൻ്റെ. നിറച്ച് മീനാണ്. അങ്ങോട്ട് മാറി വലിയ മീനുകൾ ഇങ്ങനെ പൊങ്ങി നടക്കുക. അത് നമുക്ക് വിശ്വസിച്ച് പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിൻ്റെ എന്തോ പ്രത്യാഘാതം നിമിത്തം ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ദേഹത്തൊക്കെ പുണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇതുങ്ങൾക്ക് പോലും ജീവിക്കാൻ മേലാത്ത രീതിയിൽ ഈ വേസ്റ്റ് വെള്ളമെല്ലാം ഇതിൻ്റെ അകത്ത് വന്ന് ചാടി മൊത്തത്തിൽ വിഷവാ കണ്ടോ. എന്നിട്ട് ഈ വിഷം തിന്ന് കിടക്കുന്ന മീനെയാണ് നമ്മളും കഴിക്കുന്നത്. ഈ കായലിലാണേലും കടലിലാണേലും മനുഷ്യൻ വരുത്തി വെക്കുന്ന വലിയ വിന. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് മേഖല കാര്യാലയം ചങ്ങനാശ്ശേരി. ഭയങ്കരമായ ഒരു കോമഡിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇപ്പം ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് ഒരേ ഒരു ബോട്ടേ ഉള്ളൂ കാവാലത്തിന്. ആലപ്പുഴയ്ക്കുണ്ടായിരുന്ന ബോട്ടൊക്കെ ഇവിടെ ഇവർ നിർത്തലാക്കി. ആ ബോട്ട് ഇവിടുന്ന് 12:30-ക്കാണ് ഉള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അതേലെ ജോലിക്കാർ എത്രയാണെന്നറിയോ? 26 പേരാണ് ഈ ബോട്ട് ഓടുന്ന ഈ ബോട്ട് ജെട്ടി ജോലി ചെയ്യുന്നത്. 26 പേര്. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു കോമഡിയായിട്ട് തോന്നുന്നുണ്ടോ? 45 ബോട്ട് ഓടിക്കൊണ്ടിരുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ ഇതുപോലെ മനോഹരമായി കിടക്കുന്ന ഈ ബോട്ട് ജെട്ടി കണ്ടോ. ഇതുപോലൊരു ബോട്ട് ജെട്ടി കേരളത്തിലില്ല. നോക്കേ എത്ര മനോഹരമാണെന്ന് നോക്കി. ഈ ബോട്ട് ജെട്ടിയിൽ ഇപ്പം ഓടുന്നത് ഒരേ ഒരു ബോട്ട് കാവാലത്ത്. എന്നാന്ന് വെച്ചാൽ എം സി റോഡ് ഇപ്പോൾ മനോഹരമായ രീതിയിൽ പണിതു. അതുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് ഇനിയും ബോട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതേ ജോലി ചെയ്യുന്നവർ 26 പേരുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും കാശെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ശമ്പളമായിട്ട്. എങ്ങനെ ഈ കേരളം ഗതി പിടിക്കും? ഇതെങ്ങനെ ഇത് നമ്മൾ കരകയറും? ഇന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ എല്ലാ ഭാഗത്തും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക. ഇതിനേക്കാട്ടും നല്ലത് ആ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പൊട്ടി ഇത് മൊത്തം ഒഴുക്കി അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് പുതിയൊരു കേരളം ഉണ്ടാകുന്ന. എന്നാന്ന് വെച്ചാൽ ഈ കള്ളന്മാരെല്ലാം അങ്ങ് അറബിക്കടലിൽ പോകുള്ളൂല്ലോ. എന്നാ അഴിമതിയാണ് ഇവിടെ ഈ നടക്കുന്നത്? ഒരു ബോട്ടിന് വേണ്ടി 26 തൊഴിലാളികൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുക. ഞാൻ ഇവിടുത്തെ ആളിൻ്റെയൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല ചേട്ടാ എനിക്ക് ഡയറക്റ്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. എന്നാ വെച്ചാൽ അവർക്ക് പോലും നാണമാണ് അത് പറയാൻ. ഒന്ന് ഓർത്തേ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ ഇനിയും ഈ ഒരു ബോട്ടൂടെ നിന്നാൽ ഈ ബോട്ട് കെട്ടി പോള കൊണ്ട് നിറയും. ഇത് വാരത്തില്ല. മറ്റേ ബോട്ട് വരും എന്നും പറഞ്ഞായിരുന്നു ഇവിടെ പോളവാര് നടന്നത്. അപ്പോൾ പോള വാരത്തില്ല. പോള വന്ന് ഇത് തിങ്ങും. അത് കഴിയുമ്പോൾ ഇതൊരു ശവപ്പറമ്പാകും. പിന്നെ ബോട്ട് ജെട്ടി പണ്ട് ചങ്ങനാശ്ശേരിക്കുണ്ടായിരുന്നു എന്നൊരു പേര് കേൾക്കാം. ഇത് മണ്ണിട്ട് മൂടും. ദൈവം കനിഞ്ഞു തന്ന ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട 10 പൈസയ്ക്ക് കൊള്ളാൻ മേലാത്ത നീയൊക്കെ ഈ ഭരണം കളഞ്ഞിട്ട് ഇറങ്ങി പോകാൻ നോക്ക്.